ഛർദിക്കാൻ വീണ്ടും ഇന്നലെ ഛർദിക്കായിരുന്നല്ലേ? മതി മതി ചേച്ചി ഒന്ന് വന്നേ. മതി ചേട്ടാ, അവിടെ വീടത്തി വാ. എന്താണ് ഇടീ പണിക്ക് പോയ മനുഷ്യനെ എന്തിനാണ് നീ ഇങ്ങനെ കുടിപ്പിക്കണത്? കുടിച്ചല്ല നാള് അല്ലാതെ രാവിലെ മുതലേ ഛർദിക്കണെന്ന് 3-4 പ്രാവശ്യം ഛർദിച്ച്. എന്താണ് ആൾക്ക് സുഖമില്ല, പാടില്ല, ഛർദിലായിരുന്നു. കക്കൂസ് പോണം. ഡ്രസ് എന്താ എന്തോ കുഴപ്പമുണ്ട്, ആളെ ആശുപത്രി കൊണ്ടോ നോക്ക്. എന്ത് നടന്നോ അങ്ങോട്ട്? ചേച്ചി ഞാൻ പോട്ടെ. അയ്യോ എടാ പോലെ എടാ, ആ കിണറ്റീന്ന് കുറച്ച് വെള്ളം കോരിട്ട് അങ്ങോട്ട് കൊടുത്തേക്ക്, മോട്ടർ കേടാണ്. ഞാനാ? ഇനിയിപ്പ ഇത് എന്ത് വന്നാണെന്നാവോ? ഇരിക്കട്ടെ. ലാബിൽ ചെക്ക് ചെയ്തല്ല അല്ലേ? ഡോക്ടറെ. ആർട്ടക്കിൽ തന്നെയല്ലേ പോയത്? എങ്ങനെയുണ്ട് സുധി? ഇപ്പൊ രാവിലെ വരുമ്പോഴുള്ളതിലും ആശ്വാസം ഉണ്ടോ? ഛർദിക്കാൻ വരവോ വയറ്റിൽ നിന്നൊക്കെ ഇപ്പൊ തോന്നണ്ടോ? അല്ല, ഈ ലാബിലിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥതയൊക്കെ പറഞ്ഞു, ഛർദിക്കാൻ വന്നതൊക്കെ പറഞ്ഞു, ഛർദിച്ചില്ല. കക്കൂസ് പോണം തോന്നും, ഒക്കെ പോണ്ട. ഓക്കെ, നോക്കാം നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കട്ടെ. ഇത് ഞാൻ സംശയിച്ചത് തന്നെയല്ല. എന്താ? ഇതേ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ബിൽറൂബിന്റെ അളവ് കൂടുതലാണ്. അയ്യോ, ഇപ്പൊ ഓപ്പറേഷൻ വേണം ഡോക്ടറെ. ഇങ്ങനെ അച്ഛനില്ലേ, എന്റെ അമ്മായിച്ചൻ, പുള്ളിക്കും ഇതായിരുന്നു. എന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെയല്ലേ പോയത് ആള്. അല്ല, അച്ഛൻ എന്തായിരുന്നു അസുഖം? ഇത് നീ പറഞ്ഞായിരുന്നു. ഇതിന് ഓപ്പറേഷന്റെ കാര്യമൊന്നുമില്ല. ഇത് നമ്മള് മരുന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് കുറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ചൊറിച്ചിലുണ്ടാവും. അല്ല ഡോക്ടർ, ഇത് അപ്പൊ എന്താണ് ഇത് അസുഖം? എന്താണ് ഇത്? ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന്റെ അസുഖമാണ്. മഞ്ഞപ്പിത്തം. ഇപ്പൊ നമുക്ക് സുധിക്ക് അളവ് കൂടുതലായിട്ടാണ് കാണുന്നത്. അതെ, നിങ്ങൾ ഈ പുറത്ത് പണിക്കൊക്കെ പോകുമ്പോ അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിക്കാറുണ്ടോ? പുറത്തുനിന്ന് ഒരു സാധനം അങ്ങനെ കഴിക്കില്ല. അപ്പൊ വീട്ടിലെ വെള്ളത്തിൽ നിന്നായിരിക്കും. വീട്ടിൽ പൈപ്പ് വെള്ളമാണോ കിണർ വെള്ളമാണോ? കിണർ വെള്ളമാണോ? അത് തന്നെയാണ് ഞാനും കുടിക്കണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ലിവറൊക്കെ ഇത്തിരി വീക്കായിട്ടിരിക്കണവർക്ക് പെട്ടെന്ന് കയറി പിടിക്കും. എങ്ങനെയാണ് വെള്ളം അടിക്കും? ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കും. ഇനി വെള്ളം അടിക്കരുത് ഒട്ടും. പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം കേട്ടാ. പിന്നെ വീട്ടിലെ കിണർ വെള്ളത്തിന്റെ അതൊന്ന് പരിശോധിക്കണം നമുക്ക്. അത് മലിനമാണെങ്കിൽ നമുക്കതൊന്ന് ശുദ്ധീകരിക്കണം. അല്ല ഡോക്ടറെ, അത് ഞങ്ങൾ ഇങ്ങനെ തേകാറൊക്കെ ഉണ്ട്. നമ്മളല്ലേ അച്ഛനുള്ളപ്പോ തേകിയതല്ലേ, ഒരു 7 വർഷമൊക്കെ ഉണ്ടാവും. തേകി അച്ഛൻ മരിച്ചു പോയില്ലേ? അപ്പൊ 7 വർഷമൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി പരിശോധിക്കണം. നമ്മൾ കുടിക്കണ വെള്ളമല്ലേ, അത് ലാബിൽ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പരിശോധിക്കും. അത് ശുദ്ധമാണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചോ. അത് മലിനമാണെങ്കിൽ നമുക്കതൊന്ന് ശുദ്ധീകരിക്കണം. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ വെള്ളം കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണോ അല്ലേ? വെള്ളം പൂർണ്ണമായിട്ടും ടെസ്റ്റ് ചെയ്യണം ആദ്യം തന്നെ. ഇപ്പൊ വന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് പകരണ തടയാലോ നമുക്ക്. വെള്ളം മലിനമാണെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഹലോ, കേൾക്കുന്നില്ല, പറ, ഉറക്കെ പറ. അതെ, ഗവൺമെന്റ് ജലപരിശോധന ലാബ് തന്നെയാണിത്. എന്താ വേണ്ടേ? പരിശോധന കൊടുത്തിട്ടുണ്ടാ? എത്ര നമ്പർ? 18-25 അല്ലേ? ഒരു മിനിറ്റ് സ്വരൂപേ, 18-25 റിസൾട്ട് ആയിട്ടുണ്ടോക്കെ നോക്കെ. എപ്പ കൊടുത്തേ ചോദിച്ചോക്ക്. ഹലോ, നിങ്ങൾ എപ്പാ കൊടുത്തത് ഇവിടെ വെള്ളം? അത് ശരി, 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കിട്ടുവാ? അത്ര വേഗം കിട്ടുവാ? 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കേ. എന്റെ പൊന്ന് സാറേ, ഈ വിളിക്കുന്നവരോടൊക്കെ ഫോണിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് കഴിഞ്ഞാൽ ഫോണിൽ മെസ്സേജ് വരുന്നങ്ങ് പറഞ്ഞാൽ പോരെ? അത് പറഞ്ഞാൽ അവർ വിളിക്കാണ്ടിരിക്കൂല. അവർ വിളിച്ചുകൊണ്ടിരിക്കും. കൊടുത്ത നേരം മുതൽ വിളിക്കാൻ തുടങ്ങും. അതൊന്നല്ല, അതിന് ഒരു ഇതെല്ലാം ഒരു ഇതാണ് ആളുകളുടെ കൊടുത്തപാട് നിങ്ങൾ ആവുന്നില്ലതാണ്. എന്നാ ഇവിടുത്തെ സത്യാവസ്ഥ അവിടെ ഇവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തോണ്ടല്ലേ? എന്താ പേര്? പേര് ദശമൂല കടത്ര എന്ന് അങ്ങോട്ട് എഴുതിയേക്കണ. അതിന്റെ മോളിൽ ഈന്റെ പേരല്ല, നിങ്ങളുടെ പേര്? എന്റെ പേര് കോയാന്നാണ്. തലേക്കൊട്ട് കോയാന്നാണ് നാട്ടുകാര് വിളിക്കലാവുന്ന. അവർക്കൊരു രസമാണ് ഇപ്പൊ. ഇതിപ്പോ എന്താ വെച്ചാലേ, ഭാര്യ കഴിച്ചായിരുന്ന മരുന്നിന്റെ കുപ്പി, അപ്പൊ അതിൽ വെള്ളാക്കിട്ട് വന്നാണ്.
ഇപ്പോ ഈ ഇതുണ്ടല്ലോ ഹോമിയോ മരുന്ന് അതൊക്കെ കഴിച്ച് ആ കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ ആയുർവേദ മരുന്നൊക്കെ കഴിച്ച് അപ്പൊ അലോപ്പതി കഴിക്കണേറ്റ് മുമ്പേ ഇങ്ങളിലൊന്ന് വന്ന് കാണാൻ വിചാരിച്ച് അതപ്പൊ അങ്ങോട്ട് വന്നേ. ഇവിടെ ചികിത്സയില്ല, ഇവിടെ വെള്ളം പരിശോധിക്കുന്ന സ്ഥലമാണ്. അതന്നെ അതെന്താ വെച്ചാ എന്റെ പെണ്ണൂരുത്തി ഇപ്പൊ പറഞ്ഞേ 2 ദിവസം മുമ്പ് വെള്ളത്തിന് കിണറ്റിലെ വെള്ളത്തിന് വല്ലാത്തൊരു ദുർഗന്ധം ഒരു മണം മരിക്കേ ഒരു പൊട്ട മണം അപ്പൊ അതെന്താന്നൊരു പിടുത്തല്ലോ. അപ്പൊ ഞാന് നമ്മുടെ ഒരു സിൽബന്തി ഉണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടേ മൂപ്പരടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ചരടൊക്കെ മന്ത്രിച്ചു ഒന്ന് കെട്ടി. കിണറിനെയാ കിണറിനെ കെട്ടി? ഇല്ല, ഞാൻ 34 വയറിന് ദിവസമൊക്കെ ഇല്ലാത്ത പെണ്ണൊരുത്തിക്കേ. അപ്പൊ അതില് കാര്യം ഉണ്ടായില്ല. അപ്പൊ എന്താ വെച്ചാല് ഞാനിപ്പോ മൂപ്പര് കഴിച്ചായിരുന്ന മരുന്നാണ് ഇപ്പൊ ഇത്, ആ മരുന്നിന്റെ കുപ്പിയാ. അപ്പൊ അതില് ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് പോരെ ഇത് പരിശോധിക്കാൻ ഇവിടെ ഒന്ന് കൊണ്ടുവച്ചിട്ട്. ഇത് എപ്പം വെള്ളം എടുത്തേ? ഇത് കഴിഞ്ഞ ആഴ്ച എടുത്താണ്. പിന്നെ വരാൻ നേരം ഉണ്ടായില്ല, ഒരു കല്യാണത്തിനൊക്കെ പോകണ്ടേ. അങ്ങനെ പറ്റൂല. ഇത് ഈ വെള്ളം എടുത്ത് 6 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തണം. എന്താ 6 മണിക്കൂറിൽ എത്തിയില്ലെങ്കിൽ വെള്ളം മയ്യത്താവോ? അല്ല, ഈ വെള്ളത്തിന് ഒരു ചൂടുണ്ട്, അത് 6 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ആഹാ, അത് ശരി. അതെന്തപ്പത് അങ്ങനെ? അത് അതിന് എന്നാലും അതിന്റെ നമ്മൾ അതിലെന്താ ദോഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്ത് ദോഷം ഇപ്പൊ കിണറ്റിലെ വെള്ളത്തിന്? വെള്ളത്തില് അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണുബാധ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ അരിഷ്ടം ഒഴിച്ചു വെച്ചായിരുന്ന കുപ്പി എന്റെ പെണ്ണൂർത്തി കഴിച്ചായിരുന്നേ, അതിന്റെ കയ്പ് സഹിക്കാൻ പറ്റാണ്ട് അണുബാധൊക്കെ എപ്പോ മയ്യത്തായി ഉണ്ടാവും അറിയാം. ഇങ്ങനത്തെ കുപ്പിയിലൊന്നും കൊണ്ടുവന്നാ പോരാ, കുറച്ചും കൂടി പ്യൂർ ആയിട്ടുള്ള കുപ്പിയൊക്കെ കൊണ്ടുവരും. ഇതുപോലെ കള്ളിന്റെയും കുഴമ്പിന്റെയും കുപ്പിയിലൊന്നും കൊണ്ടുവരാം. കള്ളൊന്നല്ലോ ചങ്ങായി, മരുന്നല്ലേ അത് അരിഷ്ടം പറഞ്ഞ മരുന്നാണ്. എങ്ങനെ കള്ളാവണേ? അണുമുക്ത ആയിട്ടുള്ളൊരു കുപ്പി ആയിരിക്കണം. അതിൽ 100 മില്യം വെള്ളം വേണം. ഈ 6 മണിക്കൂറിനുള്ളിൽ 2500 രൂപയുടെ ഫീസും അടക്കണം. എന്താ നിങ്ങൾ ഈ പറഞ്ഞ 2500 രൂപയൊക്കെ ഫീസ് എന്ന് പറഞ്ഞ? ഇന്റെ ശരീരത്തിൽ നിന്ന് രക്തം കുത്തിയെടുത്തിട്ട് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഒക്കെ പാടെ പരിശോധിച്ചിട്ട് 500 രൂപ ആയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഒരു തുള്ളിയ വെള്ളം പരിശോധിക്കാൻ നിങ്ങൾക്ക് 2500 തരണം പറഞ്ഞാലേ എവിടുത്തെ കഥയത്? പ്രൊസീജിയർ ഉണ്ട് നിങ്ങൾക്കറിയോ? ഇതിനകത്ത് ഫിസിക്കൽ ടെസ്റ്റ് നടത്തണം, കെമിക്കൽ ടെസ്റ്റ് നടത്തണം, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് നടത്തണം. പോരാത്തതിന് 26 രാസജൈവ മൂലകങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനൊക്കെ കൂടിയിട്ടാണ് ഈ 2500 രൂപ. അത് മാത്രല്ല, നിങ്ങളുടെ കിണറിലെ വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടോന്ന് മനസ്സിലാവും. അതുപോലെ pHന്റെ കാഠിന്യം ഉണ്ടോന്നും അതും മനസ്സിലാവും. മറ്റേ TDSന്റെ അധികം ഉണ്ടോന്നും അതും മനസ്സിലാവും. അതിനൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഈ പൈസ. അതെ, ഈ വക ഹലാക്കൊന്നും ഇപ്പൊ ഇൻഡോർത്തെ വെള്ളത്തിന്റെ ഇല്ല. ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറയാമല്ലോ. നാലോ ഒന്നാന്തരം കിണർ വെള്ളം തന്നെയായിരുന്നു. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ മുറ്റൊക്കെ അടിക്കുമ്പോ വല്ല കരിയിലൊക്കെ ഇപ്പൊ അതിൽ വീണുണ്ടെങ്കിൽ ആയി, അത്ര തന്നെ ഉള്ളു. പിന്നെ ഒരു പിച്ചളയുടെ മൊന്ത അതിലേക്ക് വീണായിരുന്നു കുറെ നാൾ മുമ്പേ, അതന്നെ ആ കിണറ്റിലുള്ള. അല്ലാണ്ട് വേറെ നിങ്ങളിപ്പോ ഈ പറഞ്ഞൊരു സംഗതി ഇപ്പൊ അതില് ഒന്നുമില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ആദ്യം ഒരു നല്ല ഒന്നാന്തരം ഒരു പുതിയ കുപ്പിയില് നിങ്ങൾ ഈ പറഞ്ഞ അളവിൽ ഇപ്പൊ വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവരാം. പക്ഷെ ഈ കായ് ഒന്ന് കുറക്കണം. അത് ഞങ്ങൾക്ക് കുറക്കാൻ പറ്റൂല. സർക്കാർ തീരുമാനിക്കുന്ന വിലയല്ലേ നമ്മൾ പറയുന്നേ. ആ എന്ത് തീരുമാനം? സർക്കാർ എന്താ ആൾക്കാരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടിട്ട് ഇരിക്കുക? അങ്ങനെ അങ്ങോട്ട് 2500 എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് എടുത്ത് തരാൻ പറ്റുന്നത് ഒരു തുള്ളി വെള്ളം പരിശോധിക്കാന്? ഏടോ തേങ്ങ നിങ്ങൾക്ക് പറ്റൂച്ചെങ്കിൽ ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്യാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഉണ്ടോ? നടക്കോ? ഇതിനൊക്കെ രേഖ എന്ത് രേഖ ചെങ്ങായിയോളെ? നിങ്ങൾക്ക് ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല അത് പറയുന്നല്ലേ. നിങ്ങളുടെ സർക്കാർ പറഞ്ഞു കേട്ടോ അവിടെ കുത്തിയിരുന്നാളി എനിക്ക് പരിശോധിക്കണ്ടപ്പ അത് എന്തപ്പ അത് ഒരു തുള്ളി വെള്ളം പരിശോധിക്കാൻ 2500 രൂപ തരണമെന്ന് പറഞ്ഞാല് ഇത് വേറെ തലം കിട്ടുമോ ഞാൻ നോക്കി നോക്കട്ടെ. ആൾക്കാരുടെ രക്തം പരിശോധിക്കണോടത്ത് ഇത്ര കായില്ലാന്ന്. ഇതിപ്പോ ഇക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ അറിയാണ്ടോന്നല്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നാണ്. ഞാൻ തന്നെ ഞാൻ പോണോടത്ത് തന്നെ പോയി നോക്കട്ടെ. എന്താപ്പ നിങ്ങളുടെ ഇപ്പൊ ഈ 2500 രൂപ വീടി വാശി പിടിച്ചിരിക്കാച്ചാല് നിങ്ങൾ അവിടെ ഇരുന്നോളി നിങ്ങളുടെ സർക്കാരും. അല്ല പിന്നെ എന്തിനാ സാർ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നേ? ആ 2500 ആവുന്ന അയാൾ നേരത്തെ അങ്ങ് പോകില്ലായിരുന്നോ? സാധാരണക്കാരോട് പിന്നെ അത് പറയണ്ട. നീ എന്നെ പഠിപ്പിക്കാൻ ഈ സാധാരണ കൊണ്ട് പറഞ്ഞിട്ടല്ലേ ഈ സാധാരണക്കാരന്റെ വാലിരിക്കുന്നൊക്കെ കേൾക്കുന്നത്? നല്ല രസമല്ല. നീ എന്നെ പഠിപ്പിക്കാനാ? എന്റെ പൊന്ന് സാറെ പഠിപ്പിക്കാൻ വന്നില്ല. കൊല്ലങ്ങളായിട്ട് ഞാനിങ്ങനെ ആവശ്യത്തിന് കൊടുക്കില്ല. ഇപ്പൊ ഫോൺ വിളിച്ചപ്പോ നേരത്തെ ആവശ്യമില്ലാത്ത കാര്യം കേട്ടില്ല. ഇപ്പൊ അയാളെയൊന്നും കേട്ടില്ലേ? നിങ്ങൾക്ക് പലതും കേൾക്കാം, എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോ നോക്കിയാലും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്. നല്ല ആളുടെ അത് ഫോൺ വരുന്നു, എടുക്ക്, വിളിച്ചു പറ. ഇവിടെ ഇല്ല, മറ്റേത് ചെയ്യണം, മറച്ച് ചെയ്യണം എന്നൊക്കെ. അതിനെല്ലാം ഇടിയിരിക്കുന്നോ? അതെ,
ഒരു 250 പറ്റോ? 250 ഛേ, പറ്റൂല പറഞ്ഞില്ലേ. ഇതെന്ത് മത്തിക്ക് വില പറയാ പറയും. 300 രൂപ പറ്റോ? പറ്റൂല. 400. 2500 തേച്ചും കിട്ടണം. ഒരു 500 പറ്റോ? പറ്റൂല എന്ന് പറഞ്ഞില്ലേ. പറ്റില്ല നിങ്ങളുടെ കാര്യം. പിന്നെ തിന്ന്. അത് ഫോണിലല്ല, അയാൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയതാ. അയാളാ ഫോണിൽ പിന്നെ വിളിച്ചേ. അവര് വേറെ ആരെങ്കിലും വിളിച്ചതാ, ബോധമൊന്നുമില്ല. ഹലോ ഹലോ. എന്തേ? അതെയാ. പ്രിയമുള്ളവരെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ഉണ്ണി അഭിനയിച്ച ചെളിപുരണ്ട കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി അദ്ദേഹം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്ത ഒരു സാധാരണ കർഷകന്റെ വേഷമണിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകരോടൊപ്പം അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി നമ്മളോട് സംവദിക്കുകയാണ്. സാധാരണക്കാരന്റെ മനസ്സറിയാവുന്ന, വിയർപ്പിന്റെ ഗന്ധം അറിയാവുന്ന, നാം വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രിയ നായകൻ ശ്രീ ഉണ്ണിയോട് തന്നെ നമുക്ക് ചോദിക്കാം. ശ്രീ ഉണ്ണി സാർ, അദ്ദേഹത്തിന് ജനങ്ങളുടെ സ്നേഹം അദ്ദേഹം അടുത്തറിയുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും നമ്മൾ പരാജയപ്പെട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഇത് ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ കർഷകനായി അഭിനയിച്ചിരിക്കുന്ന വേഷം ഇവിടെ നടു റോഡിൽ സാധാരണ കർഷകരോടൊപ്പം അദ്ദേഹം പങ്കുവെക്കുന്നു. ആ നിമിഷങ്ങളിലേക്ക്, ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ചെവിയോർക്കാം. ഉണ്ണി സാർ, എങ്ങനെയാണ് ഈ ചിത്രത്തിൽ താങ്കൾ ഈ വേഷം കൈകാര്യം ചെയ്തത്? എന്താണ് ഈ ചിത്രത്തെക്കുറിച്ച് താങ്കളുടെ പ്രതീക്ഷ? എങ്ങനെയാണ് ഇത്രയും സാധാരണക്കാരായ കർഷകരോട് തോൾ ചേർന്ന് ഒരു താരജാടയില്ലാതെ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുന്നത്? ജയ് ജവാൻ ജയ് കിസാൻ. കർഷകന്റെ ആത്മസംഘർഷത്തിന്റെ നൊമ്പരത്തിന്റെ അത് തീവ്രമായ കഥ കണ്ടപ്പോൾ ഞാൻ തെരഞ്ഞെടുത്തു. അതിഗംഭീരമായ സിനിമയാണ്. ഇതിൽ ഞാൻ കർഷകന്റെ ശക്തമായ ഒരു വേഷം ചെയ്യുന്നു. പോരാട്ടത്തിന്റെ 10 ഡാൻസ്, 10 സ്റ്റണ്ട്, മൊത്തം എന്റർടൈൻമെന്റ്. കർഷകൻ കരഞ്ഞു പോകും. ഷൂട്ട് കട്ട് ചെയ്യാൻ പോലും സംവിധാനം മറന്നുപോയി. അങ്ങനത്തെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ടേക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോ കട്ട് ചെയ്യാൻ മറന്നുപോയി. അതിപ്പോ എല്ലാ സിനിമയിലും സംഭവിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും ടാലന്റ് ആയ ആർട്ടിസ്റ്റുകളാണ് ഈ വേഷം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കർഷകരെ എവിടുന്ന് സംഘടിപ്പിച്ചു? താങ്കൾ വരുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ, അല്ലെങ്കിൽ വല്ല പൈസ കൊടുത്തിട്ട്? ആർക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ ചെയ്യുന്നത്? കർഷകൻ സാധാരണ മണ്ണിൽ പണിയെടുക്കാൻ, ചെളിയിൽ പുരണ്ട എന്റെ ചളിയില്ലേ കണ്ടത്തിൽ കൃഷി. ചെളി പുരണ്ട കാലൊന്ന് കാട്ടിക്കൊടുക്കൂ, കാലൊന്ന് കാട്ടിക്കൊടുക്കൂ. ഷൂ ഇട്ടിട്ടുണ്ട്. ചെളി അതിന്റെ അകത്ത്, സോക്സിന്റെ അകത്താണ്. അദ്ദേഹത്തിന് കാണിക്കാൻ സാധിക്കുന്നില്ല. പറഞ്ഞു. വ്യത്യസ്തമായ ഒരു സിനിമയാണ്. കാരണം ചളി മാത്രമാണ് സിനിമ. ചളിയിൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ്. ഞാൻ ചളിയിൽ ഇറങ്ങി കുളിച്ച. ഇതുവരെ നമ്മ കണ്ട ചളികളല്ല, അതിലും നിന്നും വ്യത്യസ്തമായ ഗംഭീര ചളി ഈ ചിത്രത്തിൽ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അൺഡ്രോയറിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തു ഇരിക്കുന്നത്. അദ്ദേഹത്തിന് തുണി ഉടുക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല, ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കർഷകന്റെ വികാരം ഒപ്പിയെടുത്ത് പ്രതിഫലിപ്പിക്കുന്ന ഈ കഥ, ഈ പടമല്ലാതെ പിന്നെ ഏത് പടം നമുക്ക് കാണണം? ഇതിനെയല്ലാതെ ഏതിനെ പ്രോത്സാഹിപ്പിക്കണം? ഇദ്ദേഹത്തെ പോലുള്ള നായക നടന്മാരാണ് നമുക്ക് ആവശ്യം. അല്ലാതെ കാറിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് ടാറ്റ കൊടുത്തു പോകുന്നവരല്ല. തുണി ഉടുക്കാതെ സാധാരണ മണ്ണിന്റെ മണമുള്ള കർഷകരോടൊപ്പം നിന്നുകൊണ്ട് കർഷകന്റെ, അത് കണ്ടോ, സാധാരണക്കാരുടെ ഒരു സ്നേഹം നമുക്ക് അടുത്തറിയാൻ. അയാളെ വിടൂ. അത്ര സ്നേഹമാണ് അദ്ദേഹത്തിന്. ഇന്ന് വൈകുന്നേരം വരെ കർഷകരോടൊപ്പം ഇവിടെ തുടരുമെന്നാണ് ഉണ്ണി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമറും അദ്ദേഹത്തിന്റെ PAയും വന്നിട്ടുണ്ട്. അദ്ദേഹം കോട്ടണിയുകയാണ്. ഉണ്ണി സാർ അടുത്ത ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഇവിടെ എന്തോ പെർഫോമൻസ് കാണിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു. ജ്യൂസ് കഴിക്കൂ. ഉണ്ണി സാർ ജ്യൂസ് കഴിക്കുകയാണ്. സാധാരണ ഒരു കർഷകന് കൈമാറിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹം വേറൊരു പ്രമോഷന് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക്, ഈ പടത്തിന്റെ തന്നെ ചളിപുരണ്ട കാൽപ്പാടുകളുടെ പ്രമോഷന് വേണ്ടി അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സിനിമ നമ്മൾ എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഈ സിനിമ കണ്ടില്ലെങ്കിൽ നമ്മൾ ഏത് സിനിമ കാണാനാണ്? ഈ ചളിപുരണ്ട കാൽപ്പാടുകൾ കണ്ടില്ലെങ്കിൽ മലയാളിയായി ജീവിച്ചിരുന്നിട്ട് തന്നെ അർത്ഥമില്ല. അത്രയും വലിയൊരു പെർഫോമൻസ് ആണ് ഉണ്ണി സാർ കാണിച്ചിരിക്കുന്നത്. ഉണ്ണി സാർ പോവുകയാണ്. ഉണ്ണി സാർ നമ്മളെ വിട്ടു പോവുകയാണ്. ഉണ്ണി സാർ അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു. കർഷകരുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. കർഷകർ ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ണി സാർ പോയതിനു ശേഷം ഉണ്ണി സാർ കൈമാറിയ ജ്യൂസ് ഒരു സാധാരണ കർഷകൻ
ആവേശത്തോടെ കുടിക്കുകയാണ്. ഉണ്ണിസാർ കൈമാറിയ ജ്യൂസാണ് ഈ എല്ലാവർക്കും കൊടുക്കൂ. ഉണ്ണിസാർ കുടിച്ചത് എല്ലാവരും ഒന്ന് മൊത്തട്ടെ. അതെ അദ്ദേഹം ഒരു തോർത്ത് ഈ കർഷകന് കൈമാറിയിട്ടുണ്ട്. എന്തൊരു മഹാമനസ്കത! ഇതുപോലുള്ള ഒരു നായകനെയല്ലേ നാം വളർത്തേണ്ടത്, ഇതുപോലുള്ള ഒരു നായകനല്ലേ നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത്. ഈ സിനിമ നമ്മുടെ മലയാളികളുടെ ശബ്ദമാണ്, മലയാളികളുടെ വിയർപ്പിന്റെ ഗന്ധമാണ് ഈ സിനിമയ്ക്ക്. അപ്പൊ ഈ സിനിമ വരുമ്പോ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇങ്ങോട്ടും സൈക്കിൾ സ്റ്റാൻഡ് അല്ല, ക്യാമറ സ്റ്റാൻഡ് എടുത്ത് മാറ്റണോ? അരിപ്പ് പോയി. അങ്ങോട്ട് കൂടാ സാറേ, നമുക്ക് ഈ സീന് എപ്പോഴാ ഷൂട്ട് ചെയ്യണേ? എന്താണ് ഈ സീനില്ലേ, ഈ രണ്ടാമത്തെ സീൻ, അത് എപ്പോഴാ ഷൂട്ട് ചെയ്യണം? ഇതൊന്നും അല്ലടോ ഇവിടുത്തെ വിഷയം. ആ മേക്കിംഗ് വീഡിയോ എടുക്കുന്ന യൂട്യൂബ് ചാനൽ എവിടെ പോയി? അവിടെ ഉണ്ട്, വന്നിട്ടുണ്ട്. എവിടെ? പ്യാരി വന്നിട്ടുണ്ട്. അവിടെ പ്യാരിനെ വിളിച്ചിട്ട് പാടുവോ? സാറേ നമസ്കാരം. ഞാൻ ഒരുപാട് നേരമായി വന്നിട്ട്. സാർ വിളിച്ചാ? എവിടെ പോയി കുത്തിരിക്കാനോ? അല്ല, നമ്മളും ഒക്കെ റെഡിയാണ്, ക്യാമറ റെഡിയാണ്, എല്ലാം റെഡിയാണ്. സാറ് ഒന്ന് ആക്ടിവിറ്റീസ് തുടങ്ങി നമുക്ക് ഷൂട്ട് ചെയ്യാം. ആക്ടിവിറ്റീസ് ഷൂട്ട് ചെയ്യേണ്ട കാര്യമല്ല, ആദ്യം ഞാൻ എന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ മേലാലും ഈ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി, ഞാൻ അതിലുണ്ടായിരുന്നു. കഴിഞ്ഞ പടത്തിന്റെ മേക്കിംഗ് വീഡിയോ എടുക്കുമ്പോ ബേബി സാർ എന്നോട് എന്താ പറഞ്ഞ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിന്റെ പ്രൊമോഷൻ കൊണ്ടിട്ട് ആളുകൾ തിയേറ്ററിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ നടന്മാരുടെയും നടികളുടെയും അതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നല്ല വൃത്തിയായിട്ടല്ലേ ഞാൻ ചെയ്ത് വിട്ടത്. കഴിഞ്ഞ പടം പൊട്ടാനുള്ള കാരണം എന്താ കാരണം? മേക്കിംഗ് വീഡിയോയിൽ ഞാനില്ല. അത് പടത്തിന്റെ ഗുണോദാരം കൊണ്ടാണ്. ഇപ്പൊ എന്താ വേണ്ടത്? വേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ ഈ സംവിധായകനായ എനിക്കൊരു നായിന്റെ വില ഇല്ല. അത് കാണിക്കാൻ നമുക്ക്. എടാ ഓൺ ചെയ്തോ, റോൾ ചെയ്തോ, ക്ലോസ്. ഒരു സംവിധായകനല്ലോ ഞാൻ. പറഞ്ഞോ സംവിധായകനാണെന്ന് ഇങ്ങനെ പറയാം. സംവിധായകനാണെന്ന് പറയണ്ട, അതിൽ കേൾക്കൂല. അവര് ഷൂട്ട് ചെയ്തോട്ടെ. നല്ല ലെവലിൽ ചൂണ്ടല്ലേ എന്തെങ്കിലും ഗൗരവം വെക്കാൻ പറ്റും. ഞാൻ പെടുന്നില്ലേ? അത് അവിടെ വെച്ചാൽ മതി. മേക്കിംഗ് വീഡിയോ ആണ്. ഇന്നെ ചെയ്യാ നമുക്ക്. ബേബി സാർ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവൂല. ഈ എഴുത്തുകാര്, മറ്റേ ക്യാമറാമിന്റെ ആൾക്കാര്, ചായ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇവിടെ പൊട്ടന്റെ പായി നിൽക്കും. ആ പരാതി ഇത്തവണ പരിഹരിച്ചാ പോലെ. തവണ പരിഹരിച്ചിട്ടില്ലെങ്കിൽ വിജയം എന്നേക്കായിട്ട് തന്നെ ഞാൻ പരിഹരിക്കും. എടാ കറക്റ്റ് ക്ലോസ് പിടിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ ഉള്ളത് ബേബി സാർ സംവിധാനം ചെയ്യുന്ന ഉത്തരധ്രുവം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ സത്യൻ സാറാണ് ഈ പടത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. 2-3 ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് സുപരിചിതയായ നടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന. ഒച്ചെടുക്കല്ലേ, ഇതൊന്ന് പറയട്ടെ. അപ്പോ ബേബി സാറ് വളരെ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമാണിത്. സത്യൻ സാർ ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു ക്രിമിനൽ ലോയറിന്റെ വേഷമാണ്. ആ വേഷം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യും. സത്യൻ സാർ എടുത്തോ, ക്യാമറ എടുത്തോ. സത്യൻ സാർ വന്നിറങ്ങി. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രമോഷന്റെ ബിഹൈൻഡ് വീഡിയോ പ്രമോഷന്റെ എന്നെ അറിയില്ലേ സാർ? ഒരുപാട് പടത്തിൽ ചെയ്തിട്ടുണ്ട് സാറിന്റെ ആദ്യം എന്നുള്ളത്. അതെ, രണ്ടുപേരും എടോ, ഈ സിനിമ ഷൂട്ട് ചെയ്യണ്ടേ? വേണ്ടേ? ആദ്യം സിനിമ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പറയും പ്രൊമോഷനൊക്കെ. സത്യൻ സാറിന്റെ എന്താണ് വീഡിയോ എടുക്കേണ്ടത്, ഒന്ന് കൈ തരണ പോലെ. ശരി. വളരെ ഗൗരവത്തിലാണ് സത്യൻ സാറ്. ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽ ലോയറുടെ വേഷത്തിന്റെ ആ ഗൗരവം അദ്ദേഹം വന്നിറങ്ങിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മനോഹരമാക്കും. ചെയർ കൊടുക്കുക. അദ്ദേഹം ഈ ചെയറിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഈ ചെയറിലാണ് അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ചെയറാണത്. സത്യൻ സാർ ഞാനല്ലേ ഡയറക്ടർ സത്യൻ സാറിന് നിർദ്ദേശം കൊടുക്കുകയാണ്.
എന്താണ് നമ്മള് ആ. തുടങ്ങാനുള്ള പരിപാടിയാണ് ഇത്. നമുക്ക് ഇത് എടുക്കണ്ട ഇതുണ്ട്, തല കുത്താനൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ കൂടി കൺഫ്യൂഷനായി. ഏത് സീനാ എടുക്കുന്നെങ്കിൽ അത് പറ. അതിപ്പോ എന്താ എടുക്കണ്ടേ? എന്താ എടുക്കണ്ടത്? ഈ സീനാ സാറേ എടുക്കണം. ഇതാ എടുക്കണ്ടേ? ആ, പിന്നെ അത് ആദ്യമേ പറയണ്ട. എന്നെ ഇങ്ങനെ നമുക്ക് ഈ സീനാ എടുക്കണ്ടേ സാർ? ഇത് എടുത്തങ്ങോട്ട് പോലെ. അതെടുക്കാം. അപ്പം മേലെ എടുത്തോ. അല്ല ഇത് എല്ലാം കൂടി നടക്കണല്ലോ, ഇവിടെ പ്രൊമോഷനും നടക്കണോ. അപ്പൊ ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്ത സീൻ തന്നെയാണ് ബേബി സാർ എടുക്കാൻ പോണത്. അതെ. സത്യ സാറുമായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിന് ആ സീൻ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും കൂടി ഈ സ്വീകരിച്ചുകൊണ്ടുകൊണ്ടാണ് എന്നാ പിന്നെ അത് എടുക്കാൻ നോക്കണോ? അതെടുക്കാൻ നോക്കണേ. എടുക്കാൻ നോക്ക്. അല്ല ഓന്റെ ഡയലോഗ് കഴിഞ്ഞോട്ടെ. പിന്നെ ഇത് പകുതി വെച്ച് കട്ടായാലേ പിന്നെ അത് നമ്മുടെ ഇതാണ് സാർ ഫസ്റ്റ് സീൻ എടുക്കുക. നമ്മൾ അവിടെ ക്രെയിൻ ഉണ്ടാവും, അപ്പൊ ചുവട്ടിലൂടെ 2 വീലർ ആയിട്ട് സാറ് വന്ന് ഇറങ്ങുന്ന ഒരു സീനാണ്. ഷോട്ട് ആദ്യം. അതെ ഷോട്ടാണ് ആദ്യം. അതായിരിക്കും ഷോട്ട് ആദ്യം അത് പ്ലാൻ ചെയ്യാം. ഇയാളാരാ? നമ്മളെ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വിളിച്ച പ്രൊമോഷൻ വീഡിയോ എടുക്കുന്ന ആളാണ്. അറിയാലോ സാറിന്. ആദ്യം സിനിമ ഷൂട്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ? മതി. അല്ല ഇത് ആളുകളിൽ എത്തണമെങ്കിലേ ഇപ്പൊ എടുക്കണ്ടേ. അതെടുക്ക്. നിങ്ങൾ പ്രൊമോഷൻ എടുക്കുകയാണോ അതോ ഷൂട്ട് ചെയ്യാനോ വേണ്ടത്? അല്ല ഷൂട്ട് ചെയ്യാണ്ട്. എന്നാ പിന്നെ ആദ്യം ഷൂട്ട് ചെയ്യാനുള്ള ഏർപ്പാട് നോക്ക്. നോക്കാം. എടാ അവിടെ ലൈറ്റ് ഒക്കെ റെഡി ആക്കില്ലേ? സാറ് വെയിറ്റ് ചെയ്യുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ സർ. അച്ഛനാണ്. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. ഞാനും ചെറുപ്പത്തില് ഈ നാടകങ്ങളൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെയും കൂടി ഒരു ഇതൊക്കെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. സാറിന്റെ കൂടെ ആദ്യത്തെ സിനിമയാണ്. സാറിന്റെ അനുഗ്രഹം ഇതൊക്കെ വേണം അവൾക്ക്. അനുഗ്രഹിക്കാൻ ഞാനത് ദൈവമൊന്നും അല്ലല്ലോ. സിനിമ നന്നായാൽ എല്ലാം നന്നാവും. പിന്നെ അവള് നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. സർ അച്ഛനൊരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കണോ? എടുത്തു. ശരി ശരി. ഞാൻ പുള്ളിയുടെ ഒരു വർത്താനം പറഞ്ഞിരിക്കുമ്പോ നീ എടുത്തോളാം. ആക്കം നോക്കണ്ട. സാറേ പറയാനായിട്ടൊന്നുമില്ല. ഞാനാ മറ്റേ വീഡിയോന്റെ യൂട്യൂബ് മീഡിയ ഉണ്ടല്ലോ. താനാണോ? എന്താണോ? ഞാൻ സ്വകാര്യം പറയണ പോലെയൊക്കെ എടുക്കുന്ന വീഡിയോ എടുക്കണ്ട. നമ്മൾ അടുപ്പൊന്ന് കാണിച്ചാൽ എനിക്കൊരു ഗുണം കിട്ടും. അതുകൊണ്ടാണ് ചിലപ്പോൾ ചിരിച്ചിട്ട് കൈ തരണ പോലെയൊക്കെ കൈ തന്നോ. ഞാൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? ഇവിടെ മര്യാദക്ക് ഷൂട്ടിംഗ് നടക്കല്ലേ? അത് തടസ്സപ്പെടുത്താൻ വേണ്ടി വന്നാണ്. എഴുന്നേറ്റ് പോക്കോ. എഴുന്നേറ്റ് പോടോ. ഇരുന്നിട്ടേ സാറായിട്ട് അടുപ്പുണ്ടെന്ന് എനിക്ക് വേറെ വർക്ക് കിട്ടും. അതുകൊണ്ടാണ്. ഒന്നും ചെയ്യണ്ട. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കസേര ഒന്ന് നേരെ ഇട്ടട്ടെ. എഴുന്നേറ്റ് പോടോ. ഇവിടുന്ന് എഴുന്നേറ്റ് പോ. തനിക്ക് നാണല്ലോ? നാണല്ലേ? സാറിന്റെ ഒരു കാര്യം ഞാൻ പോയിക്കോളാം. അലമ്പ് ഉണ്ടാക്കരുത്. എഴുന്നേറ്റ് പോടോ. ഇല്ല സാറേ, മരുന്നിന്റെ പ്രശ്നമാണ്. ഉണ്ടാക്കരുത് സാറിന്റെ ഒരു കാര്യം. ഓടിക്കോടാ, അലമ്പാണ് ആള്. കിട്ടിയാ നോക്കട്ടെ എവിടെ